മൂന്നാമത്തേത് പെർസീവിയറൻസ്, സ്ഥിരോത്സാഹം. എപ്പോഴും ഉന്മേഷം വേണം. ഒരു മാസം ദർശനം നന്നായി പഠിച്ചു, പിന്നെ വീട്ടിൽ പോകണം, കുടുംബത്തെ കാണണം, ഫോണ് കളിക്കണം, കളിക്കളത്തിൽ പോയി കളിക്കണം. ഇങ്ങനെ ചിന്തകൾക്ക് ഭംഗം വരുന്ന രൂപം വരാൻ പാടില്ല. പെർസീവിയറൻസ്, സ്ഥിരോത്സാഹം. എപ്പോഴും നമ്മുടെ ഉന്മേഷം നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നാലാമത്തേത് ഫീഡ്ബാക്ക്. വിശകലനങ്ങളും അതുപോലെ നമ്മുടെ നേരത്തെ കഴിഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ, സ്വന്തം ആത്മാവിനോടുള്ള പുനഃപരിശോധനകൾ. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് രൂപത്തിലാണ് പഠിച്ചത്? ഈ മുതഅല്ലിമായതിന്റെ ശേഷം ഈ വേഷവിധാനത്തോട് ഞാൻ കൂറു പുലർത്തുന്നുണ്ടോ? ഇതാണ് ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആത്മാവിനോടുള്ള നമ്മുടെ ഒരു ചോദ്യം, ആത്മപരിശോധന, ഫീഡ്ബാക്ക്, അവലോകനങ്ങൾ. അഞ്ചാമത്തേത് പ്രോപ്പർ സ്ലീപ്പിംഗ് ആണ്. ശരിയായ ഉറക്ക് വേണം. ക്രമരഹിതമായ ഉറക്ക് ഒരു മനുഷ്യന്റെ മെമ്മറിയെ ബാധിക്കും. അതുകൊണ്ട് ക്രമരഹിതമായ ഉറക്ക് പാടില്ല, ക്രമപൂർണമായ ഉറക്ക്. വളരെ നേരത്തെ ഉറങ്ങി വളരെ നേരത്തെ എണീക്കുമ്പോൾ, പ്രത്യേകിച്ചും തഹജ്ജുദിന്റെ 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ കഴിയുന്ന വിധത്തിൽ എണീക്കുമ്പോൾ നമുക്ക് ബുദ്ധിക്ക് നല്ല തെളിച്ചം ഉണ്ടാകും. തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ നോക്കിയാൽ മെമ്മറി പവർ ഉണ്ടാകും. അവരുടെ മുഖത്ത് നല്ല ശോഭയുണ്ടാകും. അവരുടെ ജീവിതത്തിൽ നല്ല സമാധാനം ഉണ്ടാകും. എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും മല പോലെ വന്നത് മഞ്ഞുപോലെ ഒരുക്കാനുള്ള ഒരു മനസ്സ്, ഹിമ്മത്ത് അവർക്കുണ്ടാകും. അതുകൊണ്ട് പ്രോപ്പർ സ്ലീപ്പിംഗ്, ശരിയായ ഉറക്ക്. ആറാമത്തേത് പ്രോപ്പർ ഫുഡ്, ശരിയായ ഭക്ഷണ രീതി. ക്രമരഹിതമായ ഭക്ഷണ രീതിയല്ല, സമീകൃതമായ ആഹാരം നിർവഹണം. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ക്ഷീണമുണ്ടാകും. തീരെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ക്ഷീണമുണ്ടാകും. ബുർദയിലെ ഒരു പ്രയോഗം തന്നെ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അമിതമായി ഭക്ഷണം കഴിക്കുന്നതും ദുരിതമുണ്ടാക്കും, തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ദുരിതമുണ്ടാക്കും. സമീകൃതമായ ആഹാരം അത് നമ്മുടെ മെമ്മറിക്ക് ഇൻക്രീസിംഗ് നൽകും.